അതെ, ഈ കൊടും ക്രൂരത ഇതെങ്ങനെ ഈ 23 വയസ്സുകാരന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഇന്നലെ മുതൽ ആ ഒരു ഞെട്ടലിലാണ് നമ്മളെല്ലാവരും തന്നെ, അല്ലെ? മാധ്യമപ്രവർത്തകരായാലും ഇത് കേൾക്കുന്നവർ എന്താണ് നമ്മുടെ കേരളത്തിന് പറ്റുന്നത്? നമ്മുടെ 23 വയസ്സെന്ന് പറയുന്നത് മുഖം കണ്ടാലും എന്തൊരു പ്രായമാണത്. അപ്പൊ ആ പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ പഠിത്തമൊക്കെ അവസാനിച്ചൊരു ജോലിയൊക്കെ നോക്കി തുടങ്ങേണ്ട, കുടുംബത്തിന് താങ്ങാവേണ്ട ഒരു പ്രായം കൂടിയാണ്. പ്രത്യേകിച്ച് അച്ഛന് 75 ലക്ഷത്തിന്റെ കടമുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ? അതെ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ അച്ഛൻ പറയുന്നുണ്ട്, പിതാവ് പറയുന്നുണ്ട്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും മകനും അമ്മയും തമ്മിലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അഫാന്റെ കൊടും ക്രൂരതയിൽ കൊല്ലപ്പെട്ട 5 പേരുടെയും സംസ്കാരം ഇന്നു തന്നെയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകിട്ട് 5:30 4 പേരുടെയും മൃതദേഹം താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഫർസാനയുടെ ഖബറടക്കം ചിറയൻകീഴ് കാട്ടുമുറാക്കൻ ജുമാ മസ്ജിദിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഫാനെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. മെഡിക്കൽ കോളേജിന് മുന്നിൽ അവിടെ ഉമേഷ് ഉണ്ട്. നമ്മൾ പക്ഷേ ഇപ്പോൾ പോകുന്നത് ചുള്ളാളത്തെ വീടിന് മുന്നിൽ അവിടേക്കാണ്. ലത്തീഫിൻ്റെയും ഭാര്യയുടെയും പൊതുദർശനം നടക്കുകയാണ്. സലിം മാലിക് അവിടെ നിന്ന് ചേരുന്നുണ്ട് നമുക്കപ്പം. സലിം, ഇപ്പോൾ അവിടെ പൊതുദർശനം നടക്കുകയാണ്. ഖബറടക്കം എത്ര മണിക്കാണ്? വല്ലാത്തൊരു ഞെട്ടലിലായിരിക്കും ആ വീടിന് പരിസരത്തുള്ളവരെല്ലാവരും തന്നെ, ബന്ധുക്കളും. അപ്പോൾ അവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ പറയൂ സലിം. സ്മിത, ഇവിടെ പൊതുദർശനം ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം ഇവിടേക്ക് മൃതദേഹം എത്തിക്കുകയുള്ളൂ. അതിനുശേഷം ഈ പൊതുദർശനം 20 മിനിറ്റ് അതല്ലെങ്കിൽ പരമാവധി 30 മിനിറ്റിനുള്ളിൽ പൊതുദർശനം അവസാനിപ്പിക്കും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നിലവിൽ നിരവധി ആളുകൾ ഇവിടേക്ക് വീട്ടിലേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ഈ സമയം ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. കാരണം വളരെ നേരത്തെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് കൊണ്ടുവന്നു. പള്ളിയിലേക്ക് കൊണ്ടുപോയി മറ്റ് ചടങ്ങുകൾ, മതപരമായ ചില ചടങ്ങുകൾ ഉണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തിക്കും. വീട്ടിൽ അരമണിക്കൂർ പൊതുദർശനം എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷം പാങ്ങോട്, താഴെ പാങ്ങോട് മുസ്ലിം ജമാഅത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഖബറടക്കം ഉണ്ടാവുക. മാത്രമല്ല അതേ സമയത്ത് തന്നെ ഈ പ്രതി അഫാന്റെ സഹോദരൻ അഫ്സാന്റെയും പൊതുദർശനം ഏറെക്കുറെ ഇതേ സമയത്ത്, ഇവിടെ പൊതുദർശനം നടക്കുന്ന അതേ സമയത്ത് തന്നെ പേരുമലയിൽ നടക്കും. പേരുമല ജംഗ്ഷനിൽ, LP സ്കൂൾ ജംഗ്ഷനിൽ വെച്ചാണ് ആ പൊതുദർശനം നടക്കുക. ഒപ്പം തന്നെ ഇവരുടെയൊക്കെ ഈ അഫാന്റെ പിതൃമാതാവായ സൽമാ ബീവിയുടെ പൊതുദർശനം നടക്കുക പാങ്ങോടുള്ള സ്വന്തം വീട്ടിലാണ്. അങ്ങനെ ഈ 4 മൃതദേഹങ്ങളും അതിനുശേഷം പൊതുദർശനത്തിന് ശേഷം ഒരേ പള്ളിയിലേക്ക് എത്തിക്കും. ആ പള്ളിയിലേക്ക് എത്തിച്ച് വൈകുന്നേരം 5:30 ഖബറടക്കം എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ഫർസാനയുടെ പൊതുദർശനവും ഏറെക്കുറെ ഇതേ സമയത്ത് തന്നെ, അതായത് 5 പൊതുദർശനങ്ങളും ഏറെക്കുറെ ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലായി നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വെഞ്ഞാറമൂടുള്ള വീട്ടിലേക്കാണ് ഫർസാനയെ എത്തിക്കുക. അവിടെ ആ പൊതുദർശനത്തിന് ശേഷം അതും ഫർസാനയുടെ മൃതദേഹം മാത്രം എത്തിക്കുക. ചിറയൻകീഴ് കാട്ടുമുറാക്കലിലുള്ള മുസ്ലിം ജമാഅത്തിലാണ്, അവിടുത്തെ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. അതും ഏറെക്കുറെ ഈ സമയത്ത് തന്നെയാണ്, ഈ അസ്തമയത്തിന് മുൻപാണ് ഖബറടക്കം എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെ ഒരേ സമയത്ത് തന്നെ കൊടും ക്രൂരത, ഇന്നലെ ഏറെക്കുറെ വൈകുന്നേരത്തോടു കൂടി സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന കൊടും ക്രൂരത, അത് 24 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ്. ഇന്നലെ വൈകുന്നേരം 6:30 കൂടിയാണ് നമ്മളിലേക്ക് ആ വാർത്ത എത്തുന്നത്. ഷഫീദ് റാവുത്തറാണ് ആ വാർത്ത പുറത്തേക്ക് വിടുന്നത്, പുറം ലോകത്തെ അറിയിക്കുന്നത്. ആദ്യം ഷഫീദ് ആ വാർത്ത അറിയുമ്പോൾ ആ സമയത്ത് ഞാനും ഒപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അതിനുശേഷം ആ വാർത്ത ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന നിലയിലായിരുന്നില്ല ആ വാർത്തയുടെ ഒരു ഡെവലപ്മെൻറ്റ്. കാരണം നമ്മൾ ആദ്യം അറിയുന്നത് സഹോദരനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ സഹോദരനെ കൊലപ്പെടുത്തി എന്ന വാർത്ത ഒന്നുകൂടി കൺഫേം ചെയ്യാനായി വിളിക്കുമ്പോൾ പിന്നീട് അറിയുന്നത് സഹോദരനെ കൊലപ്പെടുത്തിയിട്ടില്ല, കൊല്ലപ്പെട്ടത് ഈ പിതൃമാതാവാണ് എന്നുള്ളതാണ്. കൊല്ലപ്പെട്ട സ്ഥലം വെഞ്ഞാറമൂടല്ല, മറ്റൊരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ഓരോരുത്തരെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ വാർത്ത കൺഫേം ചെയ്യാൻ എടുത്തൊരു സമയം ഇതിലെ നിർണായകമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. ഈ പറഞ്ഞതൊക്കെ, നമ്മൾ അറിഞ്ഞതൊക്കെ, ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞ വാർത്തകളൊക്കെയും സത്യമായിരുന്നു. കാരണം അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ കരുതിയതാണ്. കാരണം നമ്മൾ തന്നെ ഒരേ സമയത്ത് ഒരാൾ ഒരു പകൽ സമയം മുഴുവൻ ഒരു കൊല വെറി പൂണ്ടുകൊണ്ട് തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൻ്റെ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ ബൈക്കിൽ റോന്ത് ചുറ്റുക, അതിനുശേഷം 3 സ്ഥലങ്ങളിലേക്ക് പോവുക, അവിടെയുള്ള 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക, അതിൽ 5 പേർ കൊല്ലപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ വിശ്വസിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ്
നമുക്കും അതങ്ങനെ എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയാഞ്ഞത്. അതിന് പിന്നാലെ ഈ കൊലപാതകമൊക്കെ നടത്തിയതിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്ന ഒരു പ്രതി, ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുകാരൻ, ഞാൻ 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ പോലീസ് പോലും ആദ്യഘട്ടത്തിൽ അത് അവിശ്വസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ആ ചെറുപ്പക്കാരൻ ഉണ്ടാകും എന്ന് മാത്രമാണ് കരുതിയത്. ആ നിലയിലൊരു തമാശ പോലെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അതിനെ ഇത് ചെയ്തത്. പക്ഷേ ഒരാൾ അങ്ങനെ കടന്നു വന്ന് പറയുമ്പോൾ അതിലൊരു പരിശോധന നടത്തണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിലെ പോലീസ് ഒരു ക്രോസ് ചെക്കിന് തയ്യാറായത്. അങ്ങനെ ആ ക്രോസ് ചെക്കിലാണ് കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകം, ഒന്നല്ല 5 കൊലപാതകങ്ങളുടെ വാർത്ത പുറത്തേക്ക് വരുന്നത്. അതിൽ ഇനിയും വ്യക്തതകൾ ഒരുപാട് വരാനുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ എന്ത് കാരണത്താലാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. നിലവിൽ പല ചോദ്യങ്ങളുടെയും ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കൊലപാതകം സംഭവിക്കുമ്പോൾ ആര് കൊന്നു, എപ്പോൾ കൊന്നു, എന്തിനു കൊന്നു എന്നുള്ളതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആര് കൊന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയവുമില്ല. അഫാൻ എന്ന 23-കാരനാണ് കൊലപ്പെടുത്തിയത്. ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല. ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത്, കൃത്യം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. എപ്പോൾ കൊന്നു എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ഒരു വ്യക്തതയുണ്ട്. കാരണം 10 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയമാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. അതിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ മണിക്കൂറുകൾക്ക് ഇടവിട്ടിട്ടാണ് എന്നുള്ളതാണ്. എങ്ങനെ കൊന്നു എന്നുള്ളതിലും ഒരു ആശങ്കയില്ല. കാരണം ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനു കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അക്കാര്യത്തിലാണ് പോലീസ് വിശദമായൊരു അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്. ശരി.